ഈ മൂന്നാമത്തെ ജുസ് തിൽക്കർ റുസുലിൻ്റെ 8 പേജ് സൂറത്തുൽ ബഖറയിൽ 12 പേജ്, സൂറത്തുൽ ബഖറയിൽ 8ഉം സൂറത്തു ആലു ഇമ്രാനിലെ 12ഉം. ഈ 8 പേജിൽ വരുന്നത് ഒന്ന് ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 ആയത്തുകൾ അത് വരുന്ന ഭാഗം. പിന്നെ സദഖയെക്കുറിച്ചുള്ള പരാമർശം. സദഖയ്ക്ക് ഒരുപാട് മര്യാദകളുണ്ട്, ധാരാളം മര്യാദകൾ ഖുർആനിൽ സദഖയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല മര്യാദകളും ഈ ഭാഗത്തെ വിവരിച്ചിട്ടുള്ളത്. പലിശയുടെ അപകടം, ഇടപാടുകൾ എഴുതി വെക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ പറഞ്ഞത്. ഈ ആയത്തുൽ കുർസിയെക്കുറിച്ച് പറയുമ്പം ഞാൻ ആയത്തുൽ കുർസി മാത്രമല്ല അതിൻ്റെ ഭാഗവും പ്രധാനമാണെന്ന് പറയാൻ കാരണം, സൂറത്തുൽ ബഖറ പൂർണ്ണമായിട്ട് ഒരാൾക്ക് ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു 10 ആയത്തെങ്കിലും ഓതാം. ഈ 10 ആയത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യത്തെ 4 ആയത്ത്, പിന്നെ ആയത്തുൽ കുർസി അതിനോട് ചേർന്ന് 2, 4, 3, 7, പിന്നെ ആമന റസൂലിൻ്റെ മുമ്പുള്ള ആയത്തും ചേർത്തുള്ള 3, അഥവാ ആമന റസൂൽ 2 ആയത്താണ് വരുന്നത്, അതിന് മുമ്പുള്ള ലില്ലാഹി മാഫി സമാവാതി എന്ന് തുടങ്ങുന്ന ആയത്ത്. ഒരാൾക്ക് സൂറത്തുൽ ബഖറ പൂർണ്ണമായിട്ട് ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ 10 ആയത്തുകളെങ്കിലും ഓതിയാൽ പ്രധാനപ്പെട്ട ആയത്തുകൾ അതിൽ വന്നു കഴിഞ്ഞു. സൂറത്തുൽ ബഖറയുടെ മഹത്വം, അതിൻ്റെ കാതലായ ഭാഗം ഈ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ ഈ 8 പേജിൽ പരാമർശിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ, ഒന്ന് സൂറത്തുൽ ആയത്തുൽ കുർസി നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട 10 ഗുണങ്ങൾ അതിൽ വിവരിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ അള്ളാഹുവാണെന്നും, ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇതിൽ അള്ളാഹുവിനൊരു ക്ഷീണമോ മയക്കമോ ഒന്നും ബാധിക്കുന്നില്ല. ലാ തഖുദുഹു സിനതും വലാ നൗം, ആകാശഭൂമികളുടെ ഉള്ളിൽ ഉള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്ന് തുടങ്ങി 10ഓളം കാര്യങ്ങൾ. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹു തആല എല്ലാവർക്കും മുമ്പിലുള്ളതും പുറകിലുള്ളതും അറിയുന്നു. എല്ലാത്തിൻ്റെയും ഉടമസ്ഥതാവകാശം അവനാണ്, അധികാരം അവനാണ്, എല്ലാ അറിവും അവൻ്റേതാണ്. എത്രത്തോളം അധികാരമെന്ന് വെച്ചാൽ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ പോലും ആർക്കും സാധിക്കുകയില്ല. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരാൾക്കും ഒരു അറിവ് കരസ്ഥമാക്കാനും കഴിയുകയില്ല. ഇതിനെ പരിപാലിക്കുന്നതിൻ്റെ പേരിൽ അവൻ ക്ഷീണിക്കുന്നില്ല. അവൻ ഏറ്റവും ഉന്നതനും ഉയർന്നവനും മഹോന്നതനുമാണെന്നാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അപ്പോൾ അനുമതി ഇല്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്ന് പറയുന്നത് തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ്. തൗഹീദും ഷിർക്കും രണ്ടാകുന്ന പല പോയിന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, മുഅ്മിനീങ്ങൾ ശുപാർശയിൽ വിശ്വസിക്കുന്നു, നബിതങ്ങൾ ശുപാർശ ചെയ്യും, സാലിഹ്യങ്ങൾ ശുപാർശ ചെയ്യും. നിഷേധികളും വിശ്വസിച്ചിരുന്നു, അവരുടെ ആരാധ്യർ ശുപാർശ ചെയ്യുമെന്ന്. എന്താ വ്യത്യാസം? അവർ വിശ്വസിക്കുന്ന ശുപാർശ, അവർ ശുപാർശ ചെയ്താൽ അല്ലാഹു തആല പ്രതിസന്ധിയിലായി പോകും, അനുസരിക്കേണ്ടി വരും. ചില മന്ത്രിമാരെ പ്രധാനമന്ത്രിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ, ചിലർ അവരുടെ അധികാരം കൊണ്ട് സ്വാധീനം ചെലുത്തി കളയുന്നത് പോലെ ഇവർ പറഞ്ഞാൽ പിന്നെ അള്ളാഹു ലോക്കാകും. എന്നാൽ മുഅ്മിനീങ്ങൾ പറഞ്ഞ ശുപാർശ എങ്ങനെയാണെന്ന് വെച്ചാൽ, അള്ളാഹു അനുവദിക്കാതെ ആർക്കും സംസാരിക്കാൻ പോലും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാണ്. അടിമ എന്ന് പറയുമ്പോൾ തന്നെ തൗഹീദും ഷിർക്കും കൃത്യമായിട്ട് വേർതിരിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗം തൗഹീദിനെയും ഷിർക്കിനെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഒരു അധികാരമില്ലെന്ന അർത്ഥം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദ്ന ലഹുർ റഹ്മാൻ, ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന് അനുമതിയില്ലാതെ ആരും സംസാരിക്കുകയില്ല, അനുമതിയില്ലാതെ ആരും ശുപാർശ ചെയ്യുകയില്ല. അപ്പം ഇല്ലാ ബിഇദ്നി എന്ന് എടുത്തെടുത്ത് പല ആയത്തുകളിലും പറയാൻ കാരണം ഈ തൗഹീദും ഷിർക്കും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയാണ്. പല ആളുകളും പറയാറുണ്ട്, അവർ ശുപാർശ നിങ്ങൾ വിശ്വസിച്ചില്ലേ, ഇവർ ശുപാർശകരാന്ന് പറഞ്ഞില്ലേ, അവരൊന്നും ശുപാർശ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം മുശ്രിക്കുകളും പറഞ്ഞത്, ഹാ ഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അപ്പോൾ മുശ്രിക്കുകൾ വിശ്വസിച്ച ശുപാർശയും മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന ശുപാർശയും തമ്മിലുള്ള വ്യത്യാസം, മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത് അപേക്ഷാസ്വരത്തിലുള്ള ശുപാർശയാണ്, മുശ്രിക്കുകൾ വിശ്വസിച്ചത് ആജ്ഞാസ്വരത്തിലുള്ള ശുപാർശയാണ്. അത് പറഞ്ഞാൽ പിന്നെ അള്ളാഹു ചെയ്തേ പറ്റൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് വെച്ചാൽ അള്ളാഹു തആല അവൻ്റെ പ്രതാപവും മാഹാത്മ്യവും പ്രകടമാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിക്കുക നബിതങ്ങളാണ്. കാരണം നബിതങ്ങൾക്കാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. അനുവാദം കിട്ടിയാലാണ് സംസാരിക്കുക. അനുവാദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഒരു സന്ദേശം അങ്ങോട്ട് പോയി ഒരു സന്ദേശം ഇങ്ങോട്ട് വരണം എന്നുള്ള അർത്ഥമൊന്നുമില്ല. അനുമതി കിട്ടാൻ എത്ര സമയം വേണമെന്നൊക്കെ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിന് കീഴിലാണെന്നർത്ഥം, അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പരിധിക്ക് കീഴിലാണെന്നർത്ഥം. ശുപാർശ ചെയ്ത് അള്ളാഹുവിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ ഒരു മഖ്ലൂക്കിനും കഴിയില്ലെന്നർത്ഥം. അപ്പം അപേക്ഷാസ്വരത്തിലുള്ള ശുപാർശയാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത്. ഷിർക്കും തൗഹീദും തമ്മിലുള്ള ഈ വ്യത്യാസം സൂചിപ്പിക്കാനാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുൽ കുർസിയിൽ ഇല്ലാ ബിഇദ്നി എന്നൊരു വാക്ക് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ആയത്തുൽ കുർസി. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഖുർആനിൽ ഏതാണെന്ന് ചോദിച്ചാൽ ആയത്തുൽ കുർസിയാണ്. പല സമയങ്ങളിലും അത് ഓതൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സുന്നത്താണ്. നമസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്താണ്. ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. അതുകൊണ്ടത് ആയത്തുൽ കുർസിയെ അറിയാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. നല്ല തജ്വീദോടെ പാരായണം ചെയ്യാനും വാക്കർത്ഥവും ഗ്രാമറൊന്നും പഠിച്ചില്ലെങ്കിലും ഇന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നതെങ്കിലും നമ്മളൊന്ന് അറിയണം എന്ന് മാത്രമല്ല ഒന്നിരുന്ന് ആലോചിക്കുകയും ചെയ്യണം. അൽ ഖയ്യൂം, എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ. നമ്മൾ ഹൃദയം ഇപ്പം മിടിക്കുന്നുണ്ട്, അതിന് ബാറ്ററി ഇല്ല, വേറെ എനർജി സോഴ്സ് ഇല്ല. അള്ളാഹു നേരിട്ട് അതിനെ മിടിപ്പിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ലോകത്തെ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ. ശേഷം അല്ലാഹു തആല പറയാണ്, ദീനിൽ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇക്റാഹ ഫിദ്ദീൻ, വിശ്വസിക്കാൻ വേണ്ടി ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ സംഭവം കാണാം. അന്ന് ഖിലാഫത്തൊക്കെ ഇത്രയും വ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഭൃത്യന്മാർ പോലും ഈമാൻ സ്വീകരിക്കാത്തവരുണ്ട്. അധികാരം ചെലുത്തിയിട്ടാണ് ആളുകളെ വിശ്വസിപ്പിക്കുന്നതെങ്കിൽ ആ ഭൃത്യനെ അങ്ങ് വിശ്വസിപ്പിച്ചാൽ മതി. ചോദിക്കാൻ പോലും പറയാൻ പോലും ആളില്ല. നിർബന്ധിച്ച് അങ്ങ് ഈമാനിൽ കൊണ്ടുവന്നാൽ ചോദിക്കാനും പറയാനും പോലും ആളില്ല. എന്നിട്ട് പോലും ഒരാളെയും നിർബന്ധിപ്പിച്ച് മുസ്ലിമാക്കിയ സംഭവം നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ബാക്കി സാധാരണ ക്രമസമാധാനം ഉണ്ടല്ലോ, നാട്ടിലെ ക്രമസമാധാനം നിർബന്ധിച്ചൊക്കെ ചെയ്യിപ്പിക്കുമല്ലോ. നമ്മളെ കൊണ്ട് ട്രാഫിക്കിൻ്റെ നിയമം പാലിപ്പിക്കും ഇവിടെ. അതുപോലെ തന്നെ വേറെ ഒരുപാട് നിയമങ്ങൾ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ ദീനിൽ നിയമപരമായിട്ട് പല കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അനുസരിക്കേണ്ടി വരും. അതല്ലാതെ ഈമാൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ, ഈമാൻ സ്വീകരിക്കണോ വേണ്ട എന്ന കാര്യത്തിൽ ഒരു നിർബന്ധിക്കലും ഇല്ല തന്നെ. ലാ ഇക്റാഹ ഫിദ്ദീൻ. ശേഷം അല്ലാഹു തആല മുഅ്മിനീങ്ങളെ സഹായിയായിട്ട് അള്ളാഹു ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിനെ വലിയാക്കണം, വക്കീലാക്കണം. അല്ലാഹു തആല എല്ലാ സമയത്തും വഴികേട് നമ്മൾ രക്ഷിക്കും. നിഷേധികളാകട്ടെ എപ്പോഴും വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ശേഷം അല്ലാഹു തആല 2 തരത്തിലുള്ള തർക്കങ്ങളെക്കുറിച്ച് പറയാണ്, 2 തരത്തിലുള്ള ചർച്ചകളെക്കുറിച്ച്. ഒന്ന് കുതർക്കമാണ്. അധികാരം കിട്ടിയതിൻ്റെ പേരിൽ ഇബ്രാഹിം നബിയോട് തർക്കിച്ച വ്യക്തി നമ്രൂദ്. ഇപ്പോൾ നമ്രൂദ് തർക്കിച്ചത് എന്താ? അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാനും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അള്ളാഹു സൂര്യനെ കിഴക്ക് ഉദിപ്പിക്കുന്നുണ്ട്, നിന്ന് പടിഞ്ഞാറ് ഉദിപ്പിച്ച് കാണിക്കുക. ഫബുഹിത്തല്ലദീ കഫർ, നിഷേധിയുടെ വാക്കൊട്ടി അടക്കപ്പെട്ടു. അപ്പം അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ അവരുടെ വാക്കൊട്ടി അടക്കുക എന്നുള്ളത് ദഅവത്തിൻ്റെ വഴിയിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശേഷം അല്ലാഹു തആല ന്യായമായ ചോദ്യങ്ങളെക്കുറിച്ച് പറയാണ്. ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഒരു വ്യക്തി എന്ന പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഉസൈർ അലൈഹിസ്സലാമാണ്. അള്ളാഹു എങ്ങനെയായിരിക്കും മരിച്ചതിന് ശേഷം നീ ജീവിപ്പിക്കുന്നത്? അതായത് അതെങ്ങനെയാണ്, ഉണ്ടോ ഇല്ലെന്നുള്ള സംശയമല്ല. അപ്പോൾ അല്ലാഹു തആല ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട്. മഴക്കാലമാകുമ്പം ചെടികളൊക്കെ മുളക്കുന്നു, വേനൽക്കാലമാകുമ്പം. കേരളത്തിൽ കുറച്ച് കുറവാണ് അത് 2 വ്യത്യാസം. പുറത്ത് പോയാൽ കാണാം, ഒരു മലൻ്റെ കളർ ബ്രൗൺ ആയിരിക്കും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കളർ പച്ചയായിരിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബ്രൗൺ ആയിരിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പച്ചയായിരിക്കും. അപ്പം ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും നമുക്ക് അല്ലാഹു തആല നേരിട്ട് കാണിച്ചു തരാണ്. ഇത്രയേ ഉള്ളൂ അള്ളാഹുവിന് ഒരു മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനൊക്കെ. അപ്പം എല്ലാ സംശയവും എല്ലാ ചോദ്യവും തർക്കമല്ല, മറിച്ച് താർക്കികരുണ്ട്. നമ്രൂദിനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സംശയങ്ങൾ ചോദിക്കുന്നവരും അതിലൂടെ ഈമാൻ വർദ്ധിക്കുന്നവരുമുണ്ട്. അത് 2 സംഭവത്തിലൂടെ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ സദഖയുടെ മര്യാദ പറയാൻ ചുരുക്കി പറയാം. നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ കൊടുത്തത് എടുത്ത് പറയരുത്. എടുത്ത് പറയുന്നത് അവിടെ നമ്മൾ 10 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വീട് വെച്ച് കൊടുത്തിട്ട് എത്രയോ കാലമായിട്ടുണ്ടാവും. ഇപ്പോൾ അവരൊക്കെ മെച്ചപ്പെട്ട് അവരെ മക്കളെ കല്യാണത്തിൻ്റെ സമയമായിട്ടുണ്ടാവും. അപ്പോഴും പറയാം നമ്മളന്ന് സക്കാത്തിൽ കൊടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ. മനസ്സിലായില്ല എന്തിനാണ് അങ്ങനെ പറഞ്ഞിട്ട് അവരെ കല്യാണം കൊടുക്കുന്നത് എന്തിനാണ്? അപ്പം എടുത്തു പറയൽ. ലാ യദ്ഖുലുൽ ജന്നത മന്നാൻ, എടുത്തു പറഞ്ഞ് നടക്കുന്ന ആൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ലെന്നാണ്. അതുപോലെ നിങ്ങളുടെ സദഖകളെ എടുത്തു പറഞ്ഞും ഉപദ്രവിച്ചും പാഴാക്കി കളയരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ ഉപദ്രവിക്കുക. ഒരു വ്യക്തിയോട് ഒരാൾ പറയുകയാണോ മോളെ കല്യാണം ഇപ്പോൾ റെസീറ്റ് ബുക്കൊക്കെ ആയിട്ട് ഇറങ്ങുമല്ലേ, അപ്പോൾ നിങ്ങളാണോ അവരെ ഗാർഡിയൻ? നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ റെസീറ്റ് ബുക്കോ QR കോഡോ എന്തോ ആയിട്ട് ഇറങ്ങിക്കോട്ടെ, നിങ്ങളാരാണ് ചോദിക്കാൻ? നിങ്ങൾ എന്തിനാണ് ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിലും കൊടുക്കുക, ഇനി അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് അവർ ചോദിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അറിഞ്ഞതിൻ്റെ പേരിൽ അത് ക്ഷമിച്ചിട്ട് നല്ല വാക്ക് പറയുന്നതാണ് കൊടുത്തിട്ട് ഉപദ്രവിക്കുന്നതിനേക്കാളും നല്ലത്. ഖൗലുൻ മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. കൊടുത്തിട്ട് ഉപദ്രവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞിട്ട് ആ ബുദ്ധിമുട്ട് ക്ഷമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരെങ്കിലും വന്ന് നിങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞു, നിങ്ങളൊരു മാന്യമായിട്ട് സ്വീകരിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് എന്തായാലും നിങ്ങളുടെ ഉദ്യമത്തെ അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് വിടുന്നതാണ്. ഒരു 500 രൂപ കൊടുത്തിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത്. അപ്പം കൊടുത്തിട്ട് ഉപദ്രവിക്കരുത്, അത് മോശമാണെന്ന് പറയാണ്.
ശേഷം അല്ലാഹു തആല ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നവരുടെ ഉപമയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിശ്വാസമില്ലാതെ കൊടുക്കുന്നവർ, അവർ കൊടുത്തത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന പൊടി പോലെ ഇല്ലാതായി പോകും, ഒരു കാര്യവും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇഖ്ലാസോടെ കൊടുക്കുന്നവർ, അവർ കൊടുക്കുന്ന ഏറ്റവും ചെറുതിനെയും അല്ലാഹു തആല വളർത്തി വലുതാക്കും. 700 ആകും, 700 പിന്നെ ഇരട്ടിയാകും. ഒരു ഈത്തപ്പഴത്തെ അല്ലാഹു തആല വളർത്തി വലുതാക്കി ഒരു ഉഹുദ് മലക്ക് സമാനമാക്കുമെന്ന് ഹദീസുകളിൽ കാണാം. വെറുതെ ഒരു ഈ AI ഒക്കെ വെച്ച് കണക്കൂട്ടി വയ്ക്കും, ഒരു ഈത്തപ്പഴം ഒരു പർവ്വതം നിറം എത്ര ഉണ്ടാവും എന്നുള്ളത്. കോടാനകോടി ഇരട്ടിയാക്കി തരും അല്ലാഹു തആല. ഒരു രൂപ കൊടുത്താൽ, ഒരു ഈത്തപ്പഴം കൊടുത്താൽ, ഒരു തുണി കൊടുത്താൽ, ഒരു ചെറിയ സഹായം കൊടുത്താൽ കണക്കൂട്ടാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നതല്ല, സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം മുഅ്മിനീങ്ങളുടെ അടയാളം അവർ ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് പേടിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് അല്ലാഹു സ്വീകരിക്കുകയോ ഇല്ലെന്ന് പേടിച്ചുകൊണ്ട്. അപ്പം വാങ്ങുന്ന ആളേക്കാൾ ആവശ്യക്കാർ നമ്മളാണ് എന്ന മട്ടിൽ വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ. നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ്, അതിനി ഇരട്ടിയാകാൻ പോവാണ്. അത് അല്ലാഹു സ്വീകരിക്കുകയോ ഇല്ലേ എന്ന പേടിയോടെ വേണം കൊടുക്കാൻ. അങ്ങനെ സദഖയുടെ ധാരാളം മര്യാദകൾ പറയുന്ന കൂട്ടത്തിൽ പലിശയെക്കുറിച്ച് ഉള്ള പരാമർശമുണ്ട്. ചില ആളുകൾ പറയാണ് കച്ചവടവും പലിശയും ഒരുപോലെയല്ലേ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പലിശ വ്യവസ്ഥയ്ക്ക് പകരം ഇസ്ലാമികമായ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പം എന്താ വ്യത്യാസം? അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലെന്ന് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ പറയാൻ. കച്ചവടവും പലിശയും ഒരുപോലെ എന്ന് പറയരുത്. ഇവർ 1 ലക്ഷം കൊടുത്തു, ഇവർക്ക് 1500 കിട്ടി, ഇപ്പുറത്ത് 1 ലക്ഷം കൊടുത്തു, ഇവർക്ക് 1500 കിട്ടി. ഇല്ല, ഇവിടെ നഷ്ടം വന്നാൽ സഹിക്കാൻ തയ്യാറായിട്ടാണ് കൊടുത്തത്, ലാഭം വന്നപ്പോൾ അതിൻ്റെ ശതമാനം വെച്ചാണ് കിട്ടിയത്. ഇത് ഹലാലാണ്. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സമ്പാദിക്കേണ്ടെന്ന് പറഞ്ഞില്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദീൻ പറയുന്നവരും ദീനനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ എല്ലാം ഹറാമെന്നല്ല പറഞ്ഞത്. അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി പലിശയെ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ നമ്മളിത് ബദൽ സംവിധാനം ഉണ്ട്. നമുക്ക് ഹലാല രീതിയിൽ ഫൈനാൻസ് ചെയ്യാനും നിക്ഷേപിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ള വഴികളുണ്ട്. ചെറുതായിട്ട് അതിൻ്റെ വ്യവസ്ഥകളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ മതി. നമ്മുടെ സമ്പാദ്യം ഹലാലാകും, 2 ലോകത്തേക്കും ഉപകാരമുള്ളതാകും. പകരം പലിശയുടെ വ്യവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ അത് അല്ലാഹുവിനുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് സൂറത്തുൽ ബഖറയിൽ പറയാം. അപ്പോൾ പലിശയുടെ മുഴുവൻ വഴികളെയും അടിച്ചു കളയണം. ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഇന്നലെയും അതുപോലെ തന്നെ ഇനിയും സൂറത്തുൽ മാഇദയിലൊക്കെ വരാനുള്ളതാണ്. അല്ലാഹു തആല ഇന്ന കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ശവം, പന്നിമാംസം, അതുപോലെ തന്നെ മദ്യം. എന്നിട്ട് അല്ലാഹു പറയാണ്, ആരെങ്കിലും നിർബന്ധിതനായി പോയാൽ അതിര് കവിയാതെ പാപം ഉദ്ദേശിക്കാതെ അവനെ കഴിക്കാം. ഒരാൾ മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി, ഒരു ചത്ത ജീവിയേ ഉള്ളൂ. അപ്പോൾ അതിനെ കഴിക്കാമെന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കാമെന്നല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു പിടി കഴിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ നാളുകൾ എന്താ പറയുന്നറിയോ, ബിസിനസ്സിൽ വളരെ അത്യാവശ്യമാണ്, അത്യാവശ്യത്തിന് വേണ്ടി എടുത്ത്. എന്താ അത്യാവശ്യം? 8ാമത്തെ ബ്രാഞ്ച് കഴിഞ്ഞ് 9ാമത്തെ തുറക്കൽ, മനസ്സിലായില്ല? അല്ലെങ്കിൽ 9 കഴിഞ്ഞ് 10ാമത്തെ തുറക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ വാർഷികം കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ കാറ് മാറ്റി കുറച്ച് നല്ല ആഡംബര കാർ എടുക്കുക. ഇതിനൊക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞ ഈ ഗതിമുട്ടിയവന് ശവം കഴിക്കാം, അല്ലെങ്കിൽ മദ്യം വേറൊന്നും കിട്ടുന്നില്ല, മദ്യമേ ഉള്ളൂ ദാഹം തീർക്കാൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനെങ്കിൽ, അതിൽ നിന്ന് ഒരു മുറുക്ക് കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞത് വെച്ചിട്ടാണ് ഇപ്പോൾ ലോണൊക്കെ എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്നവർ അള്ളാഹുനുള്ള യുദ്ധപ്രഖ്യാപനത്തിലാണ്. അവർ കര കയറാൻ പറ്റാത്ത ഒരു തടാകത്തിൽ ഖിയാമത്ത് നാൾ അള്ളാഹു, രക്തതടാകത്തിൽ അള്ളാഹു തആല അവർ നീന്താൻ വിടുകയും ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കല്ലെറിഞ്ഞ് നടുവിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത്ര വലിയൊരു അപരാധമാണ് പലിശ എന്നുള്ള പാപം. ശേഷം അള്ളാഹു തആല ഇടപാടുകൾ എഴുതുന്നതിനെ കുറിച്ച് പറയാണ്. ഇടപാടുകൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ രൊക്കമായിട്ട് തീരുന്നതാണെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കാതിരുന്നാലും പ്രശ്നമില്ല. എന്നാൽ പിന്നത്തേക്കുള്ളതാണെങ്കിൽ അത് എഴുതി വെക്കണം. ഇത് ഏത് കാലത്താണ് പറയുന്നതെന്നറിയോ? അന്ന് മൊബൈലില്ല, വാട്സപ്പ് ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, സ്ക്രീൻഷോട്ട് ഇല്ല. അന്ന് 98% ആളുകൾക്ക് നിരക്ഷരരാണ്, 2% പേരെ സാക്ഷരരുള്ളൂ. അന്ന് എഴുത്തുകാരെ വെച്ച് എഴുതിപ്പിക്കാനാണ് പറയുന്നത്. എഴുത്തുകാരെ വെച്ച് എഴുതിപ്പിക്കാനാണ് പറയുന്നത്. ഇതേ എഴുതാൻ ഉദ്ദേശിച്ച പോലെ ഇവർക്ക് എഴുതാൻ അറിയില്ല. എഴുതാൻ അറിയാത്ത ആൾക്കാരോടാണ് എഴുതി വെക്കാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് എഴുതി വെക്കാൻ അറിഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുന്നില്ല. അളിയനാണ് ആ ബിസിനസ്സിൽ പൈസ കൊടുത്തത്, അതെങ്ങനെ എഴുതി വെക്കും? പിന്നത്തേക്കുള്ളതാണെങ്കിൽ, പിന്നെ നിലനിൽക്കുന്ന ഒരു ഇടപാടാണെങ്കിൽ എഴുതി വെക്കണം. ഈവൺ നമ്മൾ ദീനപരമായ ഇടപാടാണെന്ന് കരുതുക, ഒരാളൊരു ജോലി ഏൽപ്പിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ എന്താണ് അതിന് കൊടുക്കുന്ന വേതനം, ആനുകൂല്യം, എന്താണ് അവരുടെ ജോലി, അത് കൃത്യമായിട്ടൊരു കോൺട്രാക്റ്റ് ആക്കലാണ് പിന്നെ അസ്വാരസ്യങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഇനി ഇടപാടാണെങ്കിൽ പറയാനില്ല, ഇതാ തദായൻതും ബിദൈനിൻ ഇല അജലി മുസമ്മൻ, പിന്നത്തേക്കുള്ള ഇടപാടാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കൂ എന്ന് എഴുത്തും വായന ഇല്ലാത്ത കാലത്ത് പറഞ്ഞ് വിശദമായിട്ടൊരു പേജും
അതിനുശേഷം 1.25 പേജ് അതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ യാത്രയിലാണ്, എഴുത്തുകാരെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പണയമായിട്ടെങ്കിലും വെക്കാൻ പറഞ്ഞു. യാത്രയിലാണ്, എഴുത്തുകാരെ കിട്ടിയില്ലെങ്കിൽ ബദൽ സംവിധാനം എന്താണെന്ന് വരെ പറഞ്ഞിട്ടും നമ്മൾ എഴുത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുകയാണെന്ന് അർത്ഥം. എന്താ സംഭവിക്കാമെന്നറിയോ? ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ട്, പെട്ടെന്ന് കറണ്ട് പോലെ ഇരുട്ടാകും. അപ്പോൾ നമ്മൾ ഇൻവേർട്ടർ വെക്കും. ഇൻവേർട്ടർ എന്തിനാണ് വെക്കുന്നത്? കറണ്ട് ഇല്ലാത്തപ്പോൾ തൽക്കാലം ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ശാശ്വതമായിട്ടില്ല. പിന്നെ കറണ്ട് വരും, അപ്പോൾ നമുക്ക് വെളിച്ചം കിട്ടും. ഇതേപോലെയാണ് നമ്മൾ സ്നേഹമുണ്ട്, ഓക്കെ, സ്നേഹം നല്ല തന്നെ, വെളിച്ചമൊക്കെ ഉണ്ട്. സ്നേഹം പോയാൽ പെട്ടെന്ന് ഇരുട്ടായി പോരുത്. പകരം ഈ അടിയിൽ എഴുത്ത് വേണം, മനസ്സിലായില്ല? ഈ എഴുത്തുണ്ടെങ്കിൽ എന്താവും? സ്നേഹം പോയി കഴിഞ്ഞാൽ എഴുത്ത് വർക്ക് ചെയ്തോളാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്നേഹം തിരിച്ചു വരും. ഇത് സ്നേഹമുണ്ട്, എഴുത്ത് വെച്ചില്ല, നിയമം വെച്ചില്ല. സ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ അടിച്ച് പിരിയാനല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പല പ്രവർത്തനങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും മീറ്റിംഗ്, മിനിറ്റ്സ് ബുക്ക്, എഴുത്ത് രേഖ ഇല്ലാത്തത് കൊണ്ട് നല്ല സ്നേഹത്തിലും വിശ്വാസത്തിലും പോയി. സ്നേഹം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാ പ്രശ്നം ഉണ്ടായെന്ന് പോലും തിരിയുന്നില്ല. എന്താ പ്രശ്നം, എന്താ വ്യവസ്ഥ എന്ന് പോലും മനസ്സിലാത്ത രീതിയിലേക്കായി പോവാണ്. അത്ര പ്രധാനപ്പെട്ടതാണ് എഴുത്ത്. ഇടപാടുകളിൽ, വ്യവസ്ഥകളിൽ, കരാറുകളിൽ എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, എഴുത്തുമാൻ ഇല്ലാത്ത കാലത്ത് ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. ശേഷം സൂറത്തു ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം എന്നാണ് സൂറത്തിൻ്റെ പേര്. ചുരുക്കി വിവരിക്കാം. തുടക്കത്തിൽ ഒരു ആയത്ത് കാണാം. അല്ലാഹു തആല പരിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വ്യക്തമായ ആയത്തുകളുണ്ട്, ചിലത് മുതശാബിഹുണ്ട്. മുതശാബിഹ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഒരുപാട് കുതർക്കങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും അള്ളാഹു അർഷിലാണ്, അല്ലെങ്കിൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങും എന്നൊക്കെ തുടങ്ങിയ പരാമർശങ്ങൾ. അള്ളാഹു ഖുർആനിൽ പറയാണ്, ഇതിൻ്റെ തർക്കങ്ങളിലേക്ക് പോകുന്നവർ ഫിത്ന ഉദ്ദേശിക്കുന്നവരാണ്. യഥാർത്ഥ ഈമാനുള്ളവർ പറയാം, ഇതെല്ലാം അള്ളാഹു എന്നുള്ളതാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്, അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അതിൽ അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകുന്നത്? സൂറത്തു ആലു ഇമ്രാനിലെ ഈ 8-ാമത്തെ ആയത്ത് ചെറുപ്പക്കാരൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. വെറുതെ അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകുമ്പോൾ വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്, യഥാർത്ഥ അർത്ഥം, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന യഥാർത്ഥ അർത്ഥം അറിയുന്നത് അള്ളാഹുവിനാണെന്ന് പറഞ്ഞ് ആ വിഷയം വിട്ട് മുമ്പോട്ടേക്ക് പോകലാണ് മുഅ്മിനീങ്ങളുടെ വഴി. അള്ളാഹു ഇറങ്ങും, എന്നിട്ട് നമ്മളോട് ചോദിക്കും, ആരുടെ പാപമോചനം ചോദിക്കാനെന്ന് പറയുമ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചോദിച്ച് വാങ്ങാമെന്നല്ലാതെ എങ്ങനെ ഇറങ്ങും? അവസാനത്തെ 3-1 ഇന്ത്യയിൽ കഴിഞ്ഞാൽ പിന്നെ സൗദിയിൽ ഉണ്ടാകൂലേ എന്നൊക്കെ ആലോചിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പരിമിതമായ ഫിസിക്സിൻ്റെ പാരാമീറ്ററിൽ അള്ളാഹുവിൻ്റെ ഗുണനാമ വിശേഷണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ രീതി ആമന്ന ബിഹി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇത് അള്ളാഹു പറഞ്ഞതാണ്. ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അള്ളാഹുവിനറിയുള്ളൂ. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്യാം. പിന്നെ ഇമ്രാൻ കുടുംബത്തിൻ്റെ സംഭവം ഇതിൽ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മൾ എത്രമാത്രം ദുആ ചെയ്യണമെന്നും മക്കളുടെ തർബിയത്തിനെ പറ്റി നമുക്ക് എത്ര ചിന്ത ഉണ്ടാകണമെന്നും അള്ളാഹു എത്രമാത്രം ദുആ സ്വീകരിക്കും എന്നതിൻ്റെ തെളിവാണ്. ഇദ് ഖാലത്ത് ഇംറഅതു ഇമ്രാൻ, ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞു. ഹന്നത്ത് ബീവി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര്. എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹു എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നതാണ്. കുട്ടീനെ പ്രസവിച്ചിട്ടില്ല, കുട്ടി വലുതായിട്ടില്ല, വയറ്റിലെത്തിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് പറഞ്ഞ ദുആ അള്ളാഹുവിന് എത്രത്തോളം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ആ സൂറത്തിൽ ഈ ദുആ പഠിപ്പിച്ചു തരുന്നത്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി, അള്ളാഹു എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കി, മുഹററൻ പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഈ കുട്ടി നിനക്കുള്ളതാണെന്ന് അർത്ഥം. അങ്ങനെ നേർച്ചയാക്കിയപ്പോൾ അള്ളാഹു പറയാണ് ഫലമ്മ വദഅത്ഹ, അള്ളാഹു തആല അവർക്ക് വേറെ ട്വിസ്റ്റ് നമ്മൾ പറയല്ലോ, അവരിങ്ങനെ ദുആ ചെയ്ത് കാത്തേക്കാണ് കുട്ടി ജനിക്കും, ആ കുട്ടി നബിമാരുടെ ഖാദിമാകും. അപ്പോൾ അവർ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് ആൺകുട്ടിനെയാണ്, കാരണം നബിമാരുടെ ഖാദിമായിട്ട് കൂടെ നടക്കാൻ വേണ്ടി. ഫലമ്മ വദഅത്ഹ ഖാലത്ത് റബ്ബി ഇന്നി വദഅതുഹ ഉൻസ, പ്രസവിച്ച് നോക്കിയപ്പോൾ പെൺകുട്ടിയാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനറിയാം അത് പെൺകുട്ടിയാണെന്ന്, അള്ളാഹുവിനറിയാം ആ ദുആ അങ്ങനെ കബൂലാക്കണമെന്ന്. ഫതഖബ്ബലഹ റബ്ബുഹ ബിഖബൂലിൻ ഹസൻ, അള്ളാഹു ആ കുട്ടിയെ അഥവാ മറിയം റളിയല്ലാഹു അൻഹയെ ഏറ്റവും ഉയർന്ന രീതിയിൽ സ്വീകരിച്ചു. വഅംബതഹ നബാതൻ ഹസനൻ, ഏറ്റവും നന്നായിട്ട് വളർത്തി. എന്നിട്ട് സംരക്ഷണ ഉത്തരവാദിത്വം നബിയായ സക്കരിയ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണത്തിൽ വളരുന്ന ഈ മറിയം റളിയല്ലാഹു അൻഹൻ്റെ അടുത്ത് സീസണിൽ കിട്ടാത്ത പഴങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങളൊക്കെ കണ്ടപ്പം സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ മറിയമു അന്നാ ലകി ഹാദ, ഇതൊക്കെ എവിടുന്ന് കിട്ടി? അപ്പോൾ ഇത് അള്ളാഹു തന്നതാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സക്കരിയ നബി അലൈഹിസ്സലാം നബിയാണ്, അദ്ദേഹത്തിന് ഈമാനുണ്ട്, ഉറപ്പാണ്. അദ്ദേഹം സന്താനത്തെ കാത്തു നിൽക്കായിരുന്നു എത്രയോ കാലമായിട്ട്.
ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈമാനിൽ വർധനവുണ്ടായി. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അത് കണ്ടപ്പം സക്കരിയ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിന് യഹ്യാ നബിയെ നൽകി. മറിയം റളിയല്ലാഹു അൻഹ അല്ലാഹു തആല ഈസാ നബിയെ നൽകി. അതായത് ഹന്നത്ത് നബിയുടെ ഒരൊറ്റ ദുആ കൊണ്ട് 2 നബിമാരാണ് ഉണ്ടായത്. 2 നബിമാർക്ക് അല്ലാഹു തആല ജന്മം നൽകി. ഒരിക്കലും ദുആ അല്ലാഹു പാഴാക്കൂല. ആരും അറിയാതെ ഉദരത്തിലുള്ള കുട്ടിയെപ്പറ്റി അവർ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചു, അള്ളാഹു കബൂലാക്കി, അള്ളാഹു ഏറ്റവും നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്ര വലിയ നിയ്യത്ത് എന്താണ് നമുക്ക് നമ്മളെ കാര്യങ്ങളെപ്പറ്റി. മക്കൾ വലുതാകും, നമുക്ക് കുറച്ച് സമ്പാദിച്ചു കൊണ്ടുവരും, അത് വെച്ച് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കും, അതിന് കുറച്ച് വാടക കിട്ടും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം അള്ളാഹിന് വേണ്ടി നേർച്ചയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹിന് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങേ അറ്റം വരെ അള്ളാഹു കബൂലാക്കും എന്നതിൻ്റെ ഒരു പാഠമാണ് ഇമ്രാൻ്റെ ഭാര്യയുടെ ഈ ദുആലുള്ളത്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ശേഷം ഇവർക്കുണ്ടായ സംശയം, ഈസാ നബി ഉപ്പയില്ലാതെ ജനിച്ചു, അപ്പോൾ എന്തായാലും ദൈവമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആനിലെ ചില സ്ഥലങ്ങൾ ഒറ്റ വാക്കിൽ മറുപടി പറയും. അപ്പം ഖുർആൻ പറയാണ്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ഉപ്പയില്ലാതെ ജനിച്ച ഈസാ നബീനെ പടച്ചോനാക്കുകയാണെങ്കിൽ ആദം നബി ഡബിൾ പടച്ചോനല്ലേ? ആദം നബി ഉപ്പയും ഉമ്മയില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? ഇവർ വിശ്വസിക്കുന്നുണ്ട് ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചതാണെന്ന്, ഉപ്പയും ഉമ്മയില്ലാതെ സൃഷ്ടിച്ചതാണ്. പിന്നെ നിങ്ങളെന്തുകൊണ്ട് ആദം നബിനെ ആരാധിച്ചില്ല? ആദം നബിനെ ആരാധിക്കലല്ലേ നല്ലത്? അപ്പോൾ അല്ലാഹു തആല ആ രീതിയിൽ സൃഷ്ടിച്ചു, അത് അത്ഭുതമായിട്ട് അല്ലാഹു തആല ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു. അതിൻ്റെ പേരിൽ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം ആദം നബിയാണ്. കാരണം ആദം നബിക്ക് അല്ലാഹു തആല ഉപ്പയും ഉമ്മയും ഇല്ലാതെ സൃഷ്ടിച്ചു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഈ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് ഈ ജുസ്ഇൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്. അല്ലാഹു തആല ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ.